വെൽക്കം ടു എക്സ് ആൻഡ് വൈ യൂണിവേഴ്സൽ ജെഇ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്. സർ, IIT-യിൽ ബിടെക് ഉണ്ട്, ഡുവൽ ഡിഗ്രി ഉണ്ട്, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞങ്ങൾക്ക് ഇൻ കേസ് IIT കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇതെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഡുവൽ ഡിഗ്രി ഹോൾഡറാണ്. ഞാൻ ബിടെക് ഹോണേഴ്സും അതേപോലെ MTech ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ, ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബിടെക്കും ഡുവൽ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിടെക് ഒരു 4 ഇയർ കോഴ്സാണ്. ഡുവൽ ഡിഗ്രി എന്നുള്ളത് അതൊരു 5 ഇയർ കോഴ്സാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബിടെക്കിൽ നിങ്ങൾക്ക് 1 ഡിഗ്രിയാണ് കിട്ടുക, ഡുവൽ ഡിഗ്രി നിങ്ങൾക്ക് 2 ഡിഗ്രി കിട്ടും. അതാണ് ഡുവൽ അല്ലേ. ബിടെക്കും കിട്ടും, MTech കിട്ടും. ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമല്ല. ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റൊരു MS ഡിഗ്രി അല്ലെങ്കിൽ ഒറ്റ ഡിഗ്രി കിട്ടുന്നതിനാണ് പൊതുവെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി എന്താണ് ഇതിലുള്ള വ്യത്യാസം? ഒരു ബിടെക് കോഴ്സിനോട് ഒരു എന്താ പറയുക 2 സെമസ്റ്റർ കൂട്ടി വെച്ചാൽ ഒരു ഡുവൽ ഡിഗ്രി കോഴ്സ് ആവുമോ എന്നുള്ളതായിരിക്കും പല ആൾക്കാരുടെയും ചോദ്യം. അത് പാർഷ്യലി കറക്റ്റുമാണ്, പാർഷ്യലി റോങ്ങും ആണ്. അപ്പോൾ IIT-യിൽ ഒരു ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 180 ക്രെഡിറ്റ് ആണ് ബിടെക്കിന് കംപ്ലീറ്റ് ആക്കേണ്ടത് 4 വർഷം കൊണ്ട്. 180 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ 3 hours ഉള്ള ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 ക്രെഡിറ്റ്സ് ആണ് ആ സെമസ്റ്റർ കഴിയുമ്പോഴേക്ക് ആ കോഴ്സിന് കിട്ടുക. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു സെമസ്റ്ററിൽ മേ ബി 20-30 ക്രെഡിറ്റ് ഒക്കെയാണ് നമ്മൾ എടുക്കുക. അങ്ങനെ 8 സെമസ്റ്റർ കൊണ്ട് നമ്മളൊരു 180 ക്രെഡിറ്റ് വാങ്ങും. ഡുവൽ ഡിഗ്രി ആകുമ്പോൾ നമ്മൾ 210 ക്രെഡിറ്റ് വാങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു അക്കാഡമിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബിടെക് മേ ബി നമ്മളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ബിടെക്കിൽ ഒരു ഫസ്റ്റ് 2 years പഠിക്കുക. ഡുവൽ ഡിഗ്രിയിൽ അങ്ങനെ തന്നെ. പിന്നീട് 3rd ഇയർ മുതൽ നമ്മൾ കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ സർക്യൂട്ട്സ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടം, പവർ ഇലക്ട്രോണിക്സ് ആണ് ഇഷ്ടം. അതനുസരിച്ച് നമ്മൾ കുറച്ചിങ്ങനെ വേരി ചെയ്ത് പോകും. MTech അത് കുറച്ചുകൂടി, അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രിയിൽ നമ്മളത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകും. മേ ബി ആ സർക്യൂട്ട് ഡിസൈൻ തന്നെ ഒരു അനലോഗ് IC ഡിസൈനിലോട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ IC ഡിസൈനിലോട്ട് നമ്മൾ പോകുന്നത് എന്തിലായിരിക്കും? നമ്മളൊരു ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലായിരിക്കും. അടുത്തൊരു ബിടെക് പ്രൊജക്റ്റ് നോക്കുമ്പോൾ ബിടെക് പ്രൊജക്റ്റ് ഒരു 6 months പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ 4 months പ്രൊജക്റ്റ് ആണ്. അത് ചിലപ്പോൾ ഇപ്പോൾ ചെയ്യാതെ നേരെ അതിന് പകരം കോഴ്സുകൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഡുവൽ ഡിഗ്രിക്ക് ഒരു 1 year പ്രൊജക്റ്റ് നിർബന്ധമാണ്. 1 year കംപ്ലീറ്റ് എടുക്കുന്ന അത്യാവശ്യം ഹെവി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ്, ഒരു തീസിസ് സബ്മിഷൻ കാര്യങ്ങൾ, അതിൻ്റെ വൈവ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഡുവൽ ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു കോഴ്സ് സ്ട്രക്ചറിൽ അക്കാഡമിക്സിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്നുള്ളത്. ഇനി ഒരാൾ IIT പോകുമ്പോൾ അയാളുടെ ഒരു പ്ലേസ്മെൻറ്റ്സ് മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അൾട്ടിമേറ്റ്ലി എപ്പോഴും നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് റാങ്ക് കുറവുള്ളത് ബിടെക്കിനായിരിക്കും. അപ്പോൾ അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു IIT പഠിക്കുന്ന ഒരാൾ ചിന്തിക്കുക 4 വർഷം ബിടെക് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അയാൾക്ക് IIT ടാഗ് കിട്ടി. പിന്നെ അയാൾക്ക് ഇനി PG പോകണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓപ്ഷൻ, എന്താ പറയുക, പുറത്ത് പോകാൻ ഓപ്ഷൻ ഉണ്ട്. എല്ലാ ജോലിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ ബിടെക് ഇസ് ഇനഫ് അല്ലേ. നമ്മളിപ്പോൾ എസ്പെഷ്യലി ഒരു നോൺ കോർ ജോബിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ജോബിലോട്ടോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടി, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ അത്രയും ജോബ്സിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് സഫീഷ്യൻ്റ് ആണ്. നമുക്ക് വെറുതെ എന്താ പറയുക ഡുവൽ ഡിഗ്രി കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കേണ്ടതില്ല. ഓക്കെ, ഇനി അപ്പുറത്ത് നമുക്കൊരു കോർ ജോബാണ് ആവശ്യം, അതും ഇന്ത്യയിലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഡുവൽ ഡിഗ്രിയാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി കോറായിട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ പ്ലേസ്ഡ് ആയി. ഇന്ത്യയിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പ്രിഫർ ചെയ്യുക ഒരു MTech അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി ഉള്ള ആളായിരിക്കും. കാരണം അയാൾക്ക് കുറച്ചും കൂടി സബ്ജക്റ്റ് ഡെപ്ത് ഉണ്ടാവും. ബിടെക്കാർക്ക് ചിലപ്പോൾ അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ IIT ബിടെക്കാരാകുമ്പോൾ അത് അല്ലാതെ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി അവർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളൊരു കോർ ജോബിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളൊരു ഡുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു MTech ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരു കോർ ജോബിലോട്ട് അല്ല പോകുന്നുണ്ടെങ്കിൽ ബിടെക് ഈസ് സഫീഷ്യൻറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ബിടെക് ഈസ് സഫീഷ്യൻറ്റ്. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് PGക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലോട്ടോ US-ലോട്ടോ നിങ്ങൾക്ക് PG അവിടെ നിന്ന് എന്തായാലും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. കുറച്ചും കൂടി വാല്യബിൾ അവർ IIT ബിടെക്കും ഒരു Ivy League യൂണിവേഴ്സിറ്റിയിൽ ഒരു PG ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പോഷറും അല്ലെങ്കിൽ ഒരു ബെറ്റർ എന്താ പറയുക ഒരു ടാഗൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. ഇതാണ് അൾട്ടിമേറ്റ്ലി ഡുവൽ ഡിഗ്രിയും ബിടെക്കും തമ്മിലുള്ള വ്യത്യാസം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ തീർച്ചയായിട്ടും ആൻസർ തരുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.